കർത്താവിന്റെ വാഗ്ദാനം എങ്ങനെയുണ്ട്? ഭൂമിയിൽ നിങ്ങൾ ഒരുമനപ്പെടുമെങ്കിൽ, ഐക്യതയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഞാനുണ്ട്. അങ്ങനെ നാം ഇന്ന് ഒരുമനപ്പെട്ട ഐക്യതയോടുകൂടി ആയിരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം നമ്മെ നിറയ്ക്കുവാൻ, ആ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ്. അതുമാത്രമല്ല, അവൻ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ചോദിക്കുന്നതൊക്കെ പിതാപുത്രനിൽ മഹത്വമെടുക്കേണ്ടതിന് ഞാനത് സാധിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഭാരങ്ങളെ, വേദനകളെ ദൈവ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ലോകത്തമ്മെ നമ്മെ കൈവിട്ടാം, വേണ്ടപ്പെട്ട ആളുകൾ ചിലപ്പോൾ നമ്മെ മാറ്റി നിർത്താം, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മെ തകർത്തു എന്ന് വരാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ദൈവ കരുണയ്ക്കായി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോക ഭാരമേറിയാലും യേശു രക്ഷകൻ താങ്ങും തണലുമായി എൻ്റെ കൂടെയുണ്ട്. എല്ലാ കരങ്ങളും വരട്ടെ, ചേർന്ന് പാടാം. തുമ്പം ദുഃഖങ്ങളാതെ ആശ്വാസം നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, അവനേറ്റവും സുന്ദരനാണ്. ചേർന്ന് പാടിയാട്ടെ എല്ലാവരും, എല്ലാ കാര്യങ്ങളും വെച്ച് പാടിയാട്ടെ. ഹല്ലേലൂയ. 10,000 അവൻ സുന്ദരനാണ്. അവൻ മുഖം ഞാൻ ദർശിക്കും, അന്നു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, അവൻ 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരൻ. ഈ കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ സകല ആവശ്യഭാരങ്ങളും അറിയുന്നവൻ, നമ്മുടെ സകല വേദനകളും അറിയുന്നവൻ, അവന്റെ പക്കലേക്ക് നമുക്ക് അടുത്തു വരാം. അവനിങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസദായകനായവൻ, രോഗസൗഖ്യം നൽകുന്നവൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ളവൻ, എൻ്റെ സകല ഭാരങ്ങളും യഹോവയിൽ കൊടുത്താണ് അവ തന്നെ പുലർത്താമെന്ന് ആലോചിക്കുന്നു. അവൻ യേശു മാത്രമാണ്. അവൻ സകലരിലേക്കാളും വലിയവനാണ്. എന്നാൽ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ മതിയായവൻ. രോഗത്തെക്കാൾ അവൻ വലിയവനാണ്. നിന്റെ വേദനകളെക്കാൾ അവൻ വലിയവനാണ്. നിന്റെ ഭാരത്തേക്കാൾ അവൻ വലിയവനാണ്. നിന്റെ വേദനകളെ മാറ്റുവാൻ അവൻ മതിയായവനാണ്. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവൻ മതിയായവനാണ്. ഈ സന്ധ്യയിൽ ഏത് ഭാരവുമായിട്ടാണ് നീ കടന്നു വന്നിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഓർത്തുള്ള പ്രശ്നമാണോ? രോഗത്തിന്റെ പ്രയാസങ്ങളാണോ? ജീവിതത്തിന്റെ ആകുലതകളാണോ? അവൻ അതിനേക്കാളെല്ലാം വലിയവനാണ്. അതോടൊപ്പം അത് മാറ്റുവാൻ, അത് പൂർണ്ണമായി തീർത്തു തരുവാൻ അവൻ മതിയായവനാണ്. അവൻ യേശു മാത്രമാണ്.
മറ്റൊരു നാമത്തിനും രക്ഷയില്ല, മറ്റൊരു നാമത്തിനും വിടുതലില്ല. യേശു എന്ന നാമത്തിന് മാത്രമേ വിടുതലുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് പാടാം. യേശു യേശു അവൻ ആരിലും വലിയവൻ, അവൻ സകലത്തിലും മതിയായവൻ. യേശു യേശു ചേർന്ന് പാടിയാട്ടെ. അവൻ ആരിലും വലിയവൻ. യേശു ഹല്ലേലൂയ. യേശു അവനാരിലും മതിയായവൻ. വിശ്വാസത്തോടെ പാടാം. യേശു എല്ലാ നാമം തുറന്ന് പാടിയാട്ടെ. യേശു ഹല്ലേലൂയ. അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. എന്റെ രോഗത്തെക്കാൾ അവൻ വലിയവനാ, വിശ്വസിച്ചാട്ടെ. എന്റെ പ്രശ്നത്തെക്കാൾ അവൻ വലിയവനാ, വിശ്വസിച്ചാട്ടെ. ഞാൻ ആയിരിക്കുന്ന എന്റെ അവസ്ഥകളെക്കാൾ അവൻ വലിയവനാ. എന്നാൽ എന്റെ രോഗത്തെ മാറ്റുവാൻ അവൻ മതിയായവൻ. എന്റെ വേദനകളെ മാറ്റുവാൻ അവൻ മതിയായവനാ. എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവൻ മതിയായവനാ. അവൻ യേശു മാത്രമാണ്, യേശു മാത്രമാണ്. യേശു ചേർന്ന് പാടിയാട്ടെ. യേശു അവനാരിലും വലിയവൻ. എന്റെ യേശു യേശു അവനാരിലും മതിയായവൻ. യേശു ഹല്ലേലൂയ. വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് പാടാം. എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരും എന്റെ വേദനകളെ തീർക്കുന്നവരും അവൻ വലിയവനാണ്, അവൻ മതിയായവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനാരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. യേശു യേശു ഹല്ലേലൂയ. അവനാരിലും വലിയവൻ. എന്റെ യേശു യേശു അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. ഇന്ന് സന്ധ്യയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഉറയ്ക്കാം. എല്ലാത്തിനും മതിയായ ഒരു ദൈവമുണ്ട് കേട്ടോ. ഈ ദൈവത്തോടുകൂടി നമുക്ക് മടങ്ങി പോകാം. നമുക്ക് ചേർന്ന് പാടാം. കരങ്ങളടിച്ച് ആത്മാവി ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധന നമ്മെ തന്നെ ദൈവത്തിന് അർപ്പിക്കുന്നത്, ആരാധന നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, നമ്മെ തന്നെ അർപ്പിക്കാം. പാട്ടുകാരിങ്ങനെ പാടാറുണ്ട്, ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ആരാധന മധ്യ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ചില രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേലെ അവൻ ആശ്വാസം അയക്കും. നമുക്ക് ഇന്ന് ഒന്നിച്ച് ആ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് ഞങ്ങളോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാവരും കരങ്ങളടിച്ചാട്ടെ. എല്ലാവരും ഹല്ലേലൂയ. എല്ലാ നാമം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ.
ആരാധിക്കുന്നേ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുന്നേ ആരാധിക്കുന്നേ യാത്രയിലും സത്യത്തിലും ആരാധിക്കുന്നേ 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 സത്യത്തിലും ആരാധിക്കുന്നേ. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നോ നാഥൻ മുഖം കണ്ടു. എല്ലാ കാര്യങ്ങളും ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ. ആരാധിക്കുന്നതായ സകല ബന്ധനങ്ങൾ സകല വ്യവഹാരങ്ങൾ സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ആരാധനകൾ ഭക്തകൾ തകരും പാതകളെയും ആരാധനയും ജീവിതങ്ങളെ ശുദ്ധീകരിക്കുന്നതായ ജീവിതങ്ങളെ ബന്ധനങ്ങൾ അഴിക്കുന്നതായ ചില ജീവിതങ്ങളെ ബന്ധങ്ങളെ പൊട്ടിക്കുന്നതായ ദൈവത്തിന്റെ ശക്തി രാത്രി വ്യാപരിച്ചാണ്. മാറും ക്ഷീണമാറും ആരാധനകൾ മകുടമടയും തീരത്തിലും ആരാധനകൾ ലോകം മാറും ക്ഷീണമാറും ആരാധനയും ആരാധനയ്ക്കുന്നേ ആരാധിക്കുന്നേ ആത്മനാഥേശ്വരനെ ആരാധിക്കുന്നേ 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 ആത്മനാഥേശ്വരനെ ആരാധിക്കുന്നേ. അഭിഷേകയുടെ ശക്തി രാത്രി വ്യാപരിക്കട്ടെ. ക്ഷീണിതരായിരിക്കുന്നതായ ചില ജീവിതങ്ങളുടെ അഭിഷേകം ശക്തി വ്യാപരിക്കട്ടെ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥേശ്വരനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, ഇന്ന് രാത്രി നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നല്ല അവസരത്തിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന പ്രിയമക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്നിരിക്കുന്ന പ്രിയമക്കളുടെ ആവശ്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നും അടിയനറിയുന്നില്ല കർത്താവേ. എന്നാൽ സകലതും അറിയുന്ന നിന്റെ പക്കലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ മക്കൾക്ക് ആവശ്യമുള്ള ദൂതനെ അടിയന്റെ പക്കൽ നൽകപ്പെടണമേ. അധികാരത്തോടെ അത് വിളമ്പപ്പെടുവാൻ, ഒന്നിച്ച് ഭക്ഷിക്കുവാൻ, പുതുബലം പ്രാപിക്കുവാൻ, പുതുശക്തി പ്രാപിക്കുവാൻ, പുതിയ അനുഭവത്തോടെ മടങ്ങുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ കർത്താവേ. വൻമരങ്ങളെ തോലിരിക്കുന്നതായ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതായ ഇരുവായ്ത്തലയുള്ളതായ വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ അതിപരിശുദ്ധ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ കർത്താവേ. അനേക ജീവിതങ്ങളിലേക്ക് ഇത് കടന്നു ചെല്ലുവാൻ, ചില ജീവിതങ്ങൾക്ക് ഇത് സൗഖ്യമായി തീരുവാൻ, ചില ജീവിതങ്ങൾക്ക് ഇത് വിടുതലായി തീരുവാൻ, ചില ജീവിതങ്ങളുടെ ബന്ധനങ്ങളിൽ അഴിക്കപ്പെടുവാൻ, ചില ജീവിതങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചാട്ടെ. ബലഹീനായി അടിയനെ താഴ്ത്തി സമർപ്പിക്കുക. നിന്റെ കാര്യങ്ങളിലെ ഏറ്റവും ഇണങ്ങിയ ആയുധമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനും പ്രിയമക്കൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാക്കണമേ. കരങ്ങൾ 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ 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 ഇരുന്നാട്ടെ.